ഇന്ന് ഒരു യെസ് ഓർ നോ റീഡിംഗ് ചെയ്യാം. നമ്മൾ 2 പൈൽസ് വയ്ക്കുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഏതിനോടാണോ ഒരു താല്പര്യം തോന്നുന്നത് ആ പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിന് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൻസർ യെസ് ആണോ നോ ആണോ എന്ന് നോക്കാം. ഞാനിവിടെ 2 മൗസ് വെച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്കും ഒരു വൈറ്റും. നിങ്ങൾക്കിതിന് ഏതിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇത് പൈൽ നമ്പർ 1 ആണ്, ഇത് പൈൽ നമ്പർ 2. പൈൽ നമ്പർ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 കാർഡ് സ്പ്രെഡാണ്, 5 കാർഡുകളാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ നന്നായിട്ടൊന്ന് വിചാരിക്കാം. ഡീപ്പ് ബ്രെത്ത് എടുത്ത് റിലാക്സ് ചെയ്യുക. യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് യെസ് തരണോ നോ തരണോ എന്നല്ല യൂണിവേഴ്സിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ശരിയായ ഗൈഡൻസ് തരണം എന്ന് വേണം യൂണിവേഴ്സിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ. ഓക്കെ, ഞാൻ കാർഡ്സ് പുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, പിന്നെ 4 ഓഫ് കപ്സ്, 9 ഓഫ് വാൻഡ്സ്, 10 ഓഫ് വാൻഡ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ്. ആദ്യമേ തന്നെ പറയട്ടെ, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ്, അതായത് യെസ് എന്നുള്ള ഒരു മീനിങ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. കാരണം നിങ്ങളുടെ കോർ എനർജി എന്ന് പറയുന്നത് വേൾഡ് കാർഡാണ്. നമ്മുടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡാണ് നമ്മുടെ കോർ എനർജി, അത് വേൾഡ് കാർഡാണ്, പോസിറ്റീവ് കാർഡാണ്. ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കുന്നു, നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നൊക്കെ അർത്ഥം വരുന്നൊരു കാർഡാണ് അത്. സോ കോർ എനർജി അതായതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചില ബ്ലോക്കുകളുണ്ട് താനും, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നോക്കാം. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആരുടെയും സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ടും ഈ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പല പ്രാവശ്യം ഒരു ഇട്ടിട്ട് പോവാനോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാനോ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഞാനിത് വിട്ടുകൊടുക്കുന്നില്ല, ഞാനിതുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ ഒരു ആ ആർജവം, അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതേസമയം തന്നെ നിങ്ങൾ പേടിക്കുന്നുമുണ്ട്, പേടികളുമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഗാർഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒളിപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഈ കാര്യം അറിയണ്ട, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ ശേഷം മറ്റുള്ളവർ അറിഞ്ഞാൽ മതിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ ഒളിപ്പിച്ച് വയ്ക്കാനോ അല്ലെങ്കിൽ ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് ഇപ്പോൾ തൽക്കാലം അറിയിക്കേണ്ട, അങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു ഒളിവും മറവും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. 10 ഓഫ് വാൻഡ്സ് ആണ് നമ്മൾക്കൊരു അഡ്വൈസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുക എന്നുള്ളതാണ്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിൽ നമ്മൾ പറഞ്ഞല്ലോ, എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നു, അല്ലെങ്കിൽ എല്ലാം തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ കാലത്തെയുള്ള അനുഭവങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. തൽക്കാലം നിങ്ങളത് മാറ്റി വെച്ചിട്ട് വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നിങ്ങൾക്ക് സഹായം ചോദിക്കാം. ആവശ്യമുണ്ടെങ്കിൽ സഹായം ചോദിക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ. അത് ജോലിക്കാര്യമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമോ എന്ത് തന്നെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാൻ ഉള്ള സമയമാണ്. എല്ലാം കൂടെ തനിയെ തന്നെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്ത് കാര്യമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ജോബ് റിലേറ്റഡ് ആണോ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണോ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളുടെ ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് വന്നിട്ടുള്ളത്. അതൊരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്, ഫാമിലി സപ്പോർട്ടിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് പൈസയാണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫാമിലി പ്രോപ്പർട്ടി കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ കാർഡ് നമുക്ക് ഫസ്റ്റ് വേൾഡ് കാർഡുമായിട്ട് ബന്ധമുണ്ട്, കാരണം ഇതൊരു സക്സസ്ഫുൾ കംപ്ലീഷൻ ആണല്ലോ. അപ്പോൾ ഈ 2 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്.
അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള യെസ് എന്ന് പറയുന്ന ആൻസർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പൈൽ നമ്പർ 2 നിങ്ങളുടെ കാർഡ്സാണ് ഞാൻ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിനോട് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരണം, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരണം എന്ന് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് യെസ് അല്ലെങ്കിൽ നോ ഇന്ന ആൻസർ തരണം എന്നല്ല, കറക്റ്റായിട്ട് ഞാനിപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ഒരു ഗൈഡൻസ് ആയിട്ട് എന്നെ അറിയിക്കൂ എന്നാണ് യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഫസ്റ്റ് കാർഡ് കോർ എനർജി. ഇതിൽ നിങ്ങൾക്ക് അലൈൻമെൻ്റ് ഉള്ളത് എവിടെയാണ്? നിങ്ങൾക്കിപ്പോൾ ബ്ലോക്ക് ഉള്ളത് എവിടെയാണ്? നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്, യെസ് ഓർ നോ ആൻഡ് വൈ കാർഡ്. ഓക്കെ, കാർഡ്സ് നമുക്ക് റിവീൽ ചെയ്യാം. നിങ്ങളുടെ കോർ എനർജി ആയിട്ട് വരുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ അലൈൻമെൻറ്റ് ഉള്ളത് 3 ഓഫ് സ്വാർഡ്സ്. അലൈൻമെൻറ്റ് ഇല്ലാതെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ചാരിയറ്റ് കാർഡാണ്. ഓക്കെ, ആൻഡ് യെസ് ഓർ നോ ആൻഡ് വൈ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ലവേഴ്സ് കാർഡാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. 2 ടൈപ്പ് ആളുകളെയാണ് ഞാനിവിടെ കാണുന്നത്. ഒന്നുകിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് റീഡിങ് കാണുന്ന ആളുകളെയാണ് ഞാൻ കാണുന്നത്. ആദ്യം നമുക്ക് ജോബ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് പോകുമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് റിലേഷൻഷിപ്പ് ചെയ്യാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങളിപ്പോഴും ഒരു ബേസിക് സ്റ്റേജിലാണ് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഉള്ള അറിവ് അത് പോരാ എന്നുള്ള ഒരു മീനിങ്ങാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാനുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം സീനിയേഴ്സ് അംഗീകരിക്കാതിരിക്കുകയോ, വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ, അങ്ങനെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൺസിസ്റ്റൻസിയുടെ കുറവാണ്. കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. എവിടേക്കോ നിങ്ങൾ കുറേ മിസ്സാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ചെയ്തത് തന്നെ കറക്റ്റായിട്ട് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡെയിലി എഫേർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്തിട്ടില്ല. എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, കംപ്ലീറ്റ് ആക്കി കാണും, പക്ഷേ അതിനൊരു പെർഫെക്ഷൻ വന്നിട്ടില്ല എന്ന് കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ദിശാബോധമാണ്. ഒരു ഡയറക്ഷൻ ഇല്ല നിങ്ങൾക്ക്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കൃത്യമായ ധാരണയില്ല. 2 കാര്യങ്ങൾ, 2ഓ അതിലധികമോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അതിലേത് വേണം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ ടെൻഷനായിട്ട് കൃത്യമായ ആക്ഷൻ എടുക്കാതെ അങ്ങനെ പോകുന്നൊരു എനർജിയാണ് ഞാൻ കാണുന്നത്. അത് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഈ ജോലിയിൽ നിന്ന് എനിക്ക് എന്താണ് ശരിക്കും വേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. നിങ്ങളുടെ കൊളീഗ്സുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കുക. നിങ്ങൾ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അത് ഒരു ജോബ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളതിലേക്ക് ഫോക്കസ് വേണം എന്നാണ് ആ ലവേഴ്സ് കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എനിക്ക് എൻ്റെ ഈ കരിയറിൽ നിന്ന് എന്താണ് എനിക്ക് ആവശ്യമെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇങ്ങനെ ചെയ്താൽ ഇത് കിട്ടും, ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അങ്ങനത്തെ ഒരു റീഡാണ്, കണ്ടീഷണൽ റീഡാണ് എന്ന് പറയാം. പക്ഷേ ഇത് പോസിറ്റീവ് എനർജി തന്നെയാണ്. ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് പോസിറ്റീവ് കാർഡ് ആയതുകൊണ്ട്
നിങ്ങൾക്കൊരു യെസ് തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കുറച്ചും കൂടി വരാനുണ്ട് എന്നുള്ളൊരു ഗൈഡൻസ് ആണ്. ഇനി നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് വരാം. റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കാവാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പ്രണയവുമായിട്ട് തന്നെ വരുന്ന ഒരു മൂന്നാമതൊരാൾ എന്ന അർത്ഥം ആവണമെന്നില്ല. നിങ്ങളുടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന ഒരു ബന്ധുവോ ഒരു സുഹൃത്തോ അങ്ങനെ ഉള്ള ഒരാളും ആവാം. നിങ്ങൾ അതുകൂടി ഒന്ന് കണക്കിലെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയിട്ടില്ല, ആഗ്രഹിച്ച രീതിയിലല്ല കാര്യങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് ഒന്ന് പതുക്കെ പോകേണ്ട ആവശ്യമുണ്ട്. തിരക്ക് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ ആ ഹാർട്ട് ബ്രേക്കിൽ നിന്നും നിങ്ങൾ റിക്കവർ ചെയ്ത് വരുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. അതിനൊരു സമയം കൊടുക്കുക. അതിനു മുന്നേ അടുത്ത മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ നിങ്ങളുടെ ഹീലിങ്ങിന് ഇവിടെ ഒരു സമയം കൊടുക്കുക. നിങ്ങൾക്കൊന്ന് റിലേഷൻ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനല്ല, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഈ ചാരിയറ്റ് കാർഡ് നിങ്ങൾക്കൊരു പോസിറ്റീവായ കാർഡ് തന്നെയാണ്. നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ളത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കണം. കാര്യങ്ങൾ പോകുന്നിടത്തോളം പോട്ടെ, അല്ലെങ്കിൽ എവിടം വരെ പോകുമെന്ന് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയത്ത് ശരിയല്ല. എങ്ങോട്ടാണ് ഈ റിലേഷൻ പോകുന്നതെന്നുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് സംസാരിക്കേണ്ട അവസരത്തിൽ നിങ്ങൾ സംസാരിക്കുക. കാര്യങ്ങൾ ക്ലിയർ ആക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ കാർഡായിട്ട് വന്നിട്ടുള്ള ലവേഴ്സ് കാർഡാണ്. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കലങ്ങി തെളിയുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾക്കവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമുണ്ട്. കുറേ സംശയങ്ങളും എന്താണ് കൃത്യമായി സംഭവിക്കണമെന്ന് അറിയാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അതിനൊരു അവസാനം കൊണ്ടുവരിക. നിങ്ങളൊന്ന് പോസ് ചെയ്യുക. കാര്യങ്ങളെ ഒരു ഒബ്സർവർ എന്നുള്ള നിലയിൽ നിന്ന് ആലോചിക്കുക. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അതിനുശേഷം എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇത് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.